വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ ഇത് ഈ ഇവർക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുമ്പോൾ തന്നെ ഇത്തരം പരിശോധന താഴെത്തട്ടിൽ നടക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഒരു പരിധി വരെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ വലിയ അട്ടിമറിയൊന്നും കേരളത്തിൽ സാധ്യമാവില്ല. ആകെ നടത്താൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് നേരത്തെ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ എവിടുന്നെങ്കിലും കുറേ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ആ ആളുകൾക്ക് ബീഹാറിൽ നിന്നോ ഉത്തർപ്രദേശിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ ജമ്മു കാശ്മീരിൽ നിന്നോ ഒക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് വോട്ടുണ്ടാക്കി അവരെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് അങ്ങനെ വിജയിക്കുക എന്നുള്ളതൊക്കെയാണ്. അല്ലാതെ ഇതിപ്പോൾ 22 ഇപ്പോൾ 2-3 പേരെ അവതരിപ്പിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ 22 വോട്ടുകളാണ് ഈ ഒരു ഒറ്റ മോഡലിൻ്റെ ഫോട്ടോ വെച്ച് ചെയ്തിരിക്കുന്നത്. അതുതന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോയാണ്. അതെങ്ങനെയാണ് ആ ഫോട്ടോ വന്നത് എന്നത് വിശദീകരിക്കേണ്ടേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ? അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണമല്ലോ. ഒരക്ഷരവും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച്. അപ്പോൾ അതാണ് പ്രശ്നം. ഈ ഉന്നയിച്ച ആരോപണങ്ങളിൽ സ്പെസിഫിക്കായി ഓരോന്നിനും ഉത്തരം പറയേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേക്കുറിച്ച് പറയുന്നില്ല. പറയണമെങ്കിൽ എന്താണ്, ചാടിക്കയറി പറയാനും പറ്റില്ല. അന്വേഷണം നടത്തണം. എന്നാൽ പിന്നെ അന്വേഷണം നടത്തണ്ടേ? അതും നടത്തുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണോ, ഇവിടുത്തെ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്, അതല്ലെങ്കിൽ ഭരണകക്ഷിയെ സംരക്ഷിക്കാനും BJP സംരക്ഷിക്കാനും വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ള ന്യായമായ സംശയം ഉയരും. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ അതിങ്ങനെ ആ നിലയ്ക്ക് ആ സംശയം ഉയരണം എന്നൊന്നുമില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും.